ഏകാദശി നാളിൽ ശ്രീ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതത് ഭക്തജന സഹസ്രങ്ങൾ. ദർശന സായുജ്യം നേടിയ നിറവിൽ ഏകാദശി പ്രസാദ ഊട്ടിൽ പങ്കെടുത്തായിരുന്നു ഭക്തരുടെ മടക്കം. മുൻവർഷത്തേക്കാൾ ഇരട്ടിയോളം ഭക്തർ ഇത്തവണ എത്തിച്ചേർന്നു. നാളെ രാവിലെ 9 വരെ ക്ഷേത്രം തുറന്നിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ, എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, എന്തായാലും കണ്ണന്റെ നടയിൽ തന്നെയാണ് നിൽക്കുന്നത്. രാവിലത്തെ തിരക്കിന് യാതൊരു കുറവുമില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ തലത്തിലേക്കാണ് ആളുകൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകുന്നത്. രാവിലെ മുതൽ തന്നെ ആരംഭിച്ച പൂജകൾ, അതായത് ശീവേലിക്കും കാഴ്ച ശീവേലിക്കും ശേഷം ക്ഷേത്രത്തിൽ നിന്ന് വിളക്കെഴുന്നള്ളിപ്പുണ്ടായിരുന്നു. ഈ വിളക്കെഴുന്നള്ളിപ്പ് തൊട്ടടുത്ത പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പൊതുവെ ആനകളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നെങ്കിലും ഇത്തവണ പക്ഷേ ഈ ഹൈക്കോടതിയുടെ നിയന്ത്രണമുള്ളതോട് തന്നെ ഒരു ആനയെ വെച്ചുകൊണ്ടാണ് നടന്നത്. പഞ്ചവാദ്യമടക്കമുള്ള അകമ്പടിയോട് കൂടി തന്നെ സ്വർണ്ണക്കോലത്തിൽ രാവിലെ തന്നെ ഭഗവാൻ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. തുടർന്ന് അല്പസമയത്തിന് ശേഷം അവിടുന്ന് തിരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. രാവിലെ 7 മണി മുതൽ തന്നെ ഈ ഹാളിൽ ആധ്യാത്മിക പാരായണം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയും ഏതാണ്ട് 15 ദിവസത്തോളമായി നീണ്ടുനിന്ന ചെമ്പൈ സംഗീതോത്സവം ഇന്ന് ഏകാദശി ദിനത്തോടനുബന്ധിച്ച് തന്നെ അവസാനിക്കും. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാളിൽ ഈ രാത്രി ശീവേലി അടക്കമുള്ള ചടങ്ങുകൾ എന്തായാലും സമാപിച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ 9 മണി വരെ ക്ഷേത്രനട തുറന്നിരിക്കും. 40,000-ഓളം ആളുകളാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത്. കാരണം ഈ വ്രതം, ഏകാദശി വ്രതം, പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വ്രതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു വ്രതം എടുത്തില്ലെങ്കിലും ഗുരുവായൂരിലെ വ്രതം എടുക്കുന്നത് എല്ലാത്തിനും തുല്യമാണെന്നാണ് വിശ്വാസം. മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കണ്ണന്റെ പ്രതിഷ്ഠാ ദിനമാണ്. അതുപോലെ തന്നെ ഈ ഗീതോപദേശം നൽകിയ ദിനം കൂടിയാണ്, ഗീതാദിനം കൂടിയാണ്. അപ്പോൾ ആ തലത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് ഇന്നുണ്ടായിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ നമ്മളത് കണ്ടതാണ്. ഇപ്പോഴും ആ തിരക്ക് ഒഴുകുന്ന കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ 9 മണി വരെ തന്നെ നട തുറന്നിരിക്കും. അതിനുശേഷം നടയടയ്ക്കും. പിന്നീട് 3:30 വരെ അത്തരത്തിലുള്ള ശുചീകരണങ്ങൾക്കായി നടയടയ്ക്കും. പിന്നീട് 3:30-ക്ക് നട തുറക്കും. എന്തായാലും ഈ ഏകാദശി മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ മറ്റുള്ള ഏകാദശിയെ അപേക്ഷിച്ച് ഇരട്ടിയോളം ജനങ്ങളാണ് ഇത്തവണ ക്ഷേത്രത്തിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് ദേവസ്വത്തിന്റെ കണക്കുകൾ വരുന്ന ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ എന്തായാലും വരാനിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഗുരുവായൂരപ്പനെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിവസം തന്നെയാണ്. ഭക്തജനങ്ങളെല്ലാം കണ്ണനെ കാണാൻ ഗുരുവായൂരിലേക്ക് എത്തിയിട്ടുണ്ട്. വിഷ്ണു, ആനന്ദ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയൊരു ഭക്തജന തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി ആളുകൾ, നിരവധി ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. അവർ ആ ഒരു ദർശന സായുജ്യം കണ്ട് മടങ്ങുന്ന കാഴ്ചയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ രാവിലെ 9 മണി വരെ ക്ഷേത്രം തുറന്നിരിക്കും. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ തന്നെയും വളരെ ശക്തമായൊരു തിരക്ക് തന്നെയല്ലേ ഉണ്ടാവുക? തീർച്ചയായിട്ടും വിഷ്ണു, അതായത് ഇപ്പോഴും ഈ ക്ഷേത്രത്തിനകത്തുള്ള ക്യൂവിന് യാതൊരു കുറവും വന്നിട്ടില്ല. നമ്മൾ രാവിലെ മുതൽ തന്നെ ഈ ബസ് സ്റ്റാൻഡിന് അപ്പുറത്തേക്ക് അടക്കം ക്യൂ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ക്യൂ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. കാരണം ഈ തുടർച്ചയായി ഇന്നലെയും ഇന്നും നാളെ രാവിലെ 9 മണി വരെ നട തുറന്നിരിക്കുന്നത് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാനും കണ്ണനെ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തായാലും നാളെ രാവിലെ 9 മണി വരെ നട തുറന്നിരിക്കും. അതുവരെ ഭക്തജനങ്ങൾ ഈ ദർശനം നടത്തിക്കൊണ്ടേയിരിക്കും. അതിനുശേഷമാണ് ശുചീകരണങ്ങൾക്കായി നട അടയ്ക്കുന്നത്. പിന്നീട് 3:30-ക്കായിരിക്കും തുറക്കുന്നത്. എന്നാലും നേരത്തെ കാണുന്ന പോലെ തന്നെ ഇപ്പോഴും ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഏതാണ്ട് 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ നടയിലും പരിസരത്തുമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിഷ്ണു, ശരി, ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.